നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. അപകടരഹിതമായ ഡ്രൈവിംഗ് സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പും KSRTCയും സംയുക്തമായി KSRTCയിലെ മുഴുവൻ ജീവനക്കാർക്കുമായി ആക്സിഡന്റ് നിവാരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മധുസൂദനൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മോട്ടോർ വാഹന വകുപ്പും KSRTCയും സംയുക്തമായാണ് KSRTCയിലെ മുഴുവൻ ജീവനക്കാർക്കായി ആക്സിഡന്റ് നിവാരണ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. മൂവാറ്റുപുഴ KSRTC ഡിപ്പോയിൽ മൂവാറ്റുപുഴ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മധുസൂദനാണ് ക്ലാസ് നയിച്ചത്. ഈ വാഹനങ്ങളുടെ മത്സരയോട്ടം ഈ പറഞ്ഞ പോലെ വന്നത് ഓവർ സ്പീഡിങ്, അതുപോലെ അഡാപ്റ്റീവ് ആയിട്ട് നമ്മൾ സ്പീഡ് എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള റോഡ് റേജിങ് സംബന്ധമായ കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം എന്തായിരുന്നു? നമ്മുടെ നോളജ് കുറവ്, ശരിയല്ലേ? റോഡ് സയൻസും കാര്യങ്ങളും, മറ്റേ അതുപോലെ തന്നെ റോഡ് മാർക്കിങ്സ് ഇതൊന്നും പഠിക്കാതെ വണ്ടി ഓടിക്കുന്നു. ഇനി തന്നെ പഠിക്കുമോ? ഡ്രൈവിംഗ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അതിനകത്ത് കൃത്യമായിട്ട് എല്ലാം പറയുന്നുണ്ട്. എമർജൻസി വെഹിക്കിൾസ് കണ്ടാൽ നമ്മൾ എന്നാ ചെയ്യേണ്ടത്? എമർജൻസി വെഹിക്കിൾസ് എന്തൊക്കെയാണ് എമർജൻസി വെഹിക്കിൾസ്? ഫയർഫോഴ്സ്, ആദ്യത്തെ ഫയർഫോഴ്സ്, രണ്ടാമത്തെ ആംബുലൻസ്, മൂന്നാമത്തെ പോലീസ്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് എമർജൻസി ഉണ്ടായാൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തല്ലേ, അപ്പൊ അങ്ങനെ ഉണ്ടായി ഡിക്ലെയർ ചെയ്ത വാഹനങ്ങൾ, അതൊക്കെ എമർജൻസി വെഹിക്കിളാണ്. ഈ എമർജൻസി വെഹിക്കിൾ നമ്മൾ സൈഡ് കൊടുത്തില്ല എങ്കിൽ, നമ്മൾ എമർജൻസി വെഹിക്കിൾ കയറ്റി വിട്ടല്ല, ഇങ്ങനെ ഒബ്സ്ട്രക്ഷൻ വരുത്തിയാൽ എന്താണ് മോട്ടോർ വാഹന നിയമം വെച്ച പിഴ? എത്ര രൂപയാ അറിയോ? 5000 രൂപ. കൃത്യമായിട്ട് 5000 രൂപ ഞങ്ങൾ ഫൈൻ അടപ്പിക്കും. അതായത് എമർജൻസി വെഹിക്കിൾസിന്റെ വഴി മുടക്കുകയോ അത് തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ 5000 രൂപ ഫൈൻ അടപ്പിക്കും. അതിലൊരു ദാക്ഷിണ്യം ഉണ്ടായില്ല. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളും മദ്യപിച്ച് വാഹനമോടിച്ച് അപകടങ്ങൾ തുടർക്കഥയായതോടെയുമാണ് ബോധവൽക്കരണ പരിപാടികളുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തിറങ്ങിയത്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് മദ്യപിച്ച് ജോലിക്കെത്തിയ നിരവധി ജീവനക്കാർക്കെതിരെ കടുത്ത നടപടിയും സസ്പെൻഷനും KSRTC മാനേജ്മെന്റ് സ്വീകരിച്ചിരുന്നു. താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതും വാർത്തയായിരുന്നു. പരിപാടിയിൽ ATO ഷാജി കുര്യാക്കോസ്, ADE ജോയ്സ് ജോൺ, HVS കറുപ്പുസ്വാമി, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ MJ ഷാജിമോൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.